നമസ്കാരം. 2024 മാർച്ച് 1 തീയതി, അതായത് ഇന്നലെ പകലാണ് സംഭവം നടക്കുന്നത്. ഏഥർ ഇലക്ട്രിക് സ്കൂട്ടറുകൾ കൂട്ടത്തോടെ കത്തുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. സംഭവം നടക്കുന്നത് തമിഴ്നാട് ഹൊസൂറിലെ തല്ലി മെയിൻ റോഡിലാണെന്നാണ് സോഷ്യൽ മീഡിയ വീഡിയോകളിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏഥറിന്റെ ഫാക്ടറിയും ഹൊസൂറിന് അടുത്ത് തന്നെ അഗ്രഹാരം എന്ന സ്ഥലത്താണ്. അതുകൊണ്ട് തന്നെ ഫാക്ടറിയിൽ നിന്നും ഏതെങ്കിലും ഡീലറുടെ ഷോറൂമിലേക്ക് കൊണ്ടുപോകും വഴിയായിരിക്കണം തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എന്ന് വേണം കരുതാൻ. സ്കൂട്ടറുകൾ കൊണ്ടുപോയ ലോറിയുടെ മുകളിലെ കമ്പാർട്ട്മെന്റിലുള്ള എല്ലാ വണ്ടികളും കത്തി നശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇതൊരു മിനി ലോറി ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 8 സ്കൂട്ടറുകൾ കത്തി നശിച്ചു കാണണം. ഇന്നലെ എത്ര മണിക്കാണ് ഇത് സംഭവിച്ചതെന്നും സംഭവിക്കാനുള്ള കാരണം എന്താണെന്നും ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. തമിഴ്നാട്ടിലെ ചൂടിനെ കുറിച്ച് നമുക്ക് അറിയാവുന്നതാണ്. ചൂട് കൂടുതൽ കാരണം ഏതെങ്കിലും വണ്ടിയുടെ ബാറ്ററിക്ക് എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നറിയണമെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടവരുടെ പരിശോധനയ്ക്ക് ശേഷമുള്ള റിപ്പോർട്ടുകൾ ലഭിക്കണം. ലിഥിയം അയൺ ബാറ്ററി കത്തുമ്പോൾ ഉയരുന്ന ഈ പുക ഭയങ്കര പോയ്സൺ ആണ്. ഈ പുക ശ്വസിച്ചാണ് ഒക്കിനാവ എന്ന ഇലക്ട്രിക് സ്കൂട്ടറിന് തീ പിടിച്ച സമയത്ത് തമിഴ്നാട്ടിൽ തന്നെ 1 വർഷം മുന്നേ ഒരു അച്ഛനും മകളും ദാരുണമായി മരണപ്പെട്ടത്. ഈയിടെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ഓരോ ദിവസവും കഴിയുന്തോറും ചൂട് കൂടിക്കൂടി വരികയാണെന്നും ഇലക്ട്രിക് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബാറ്ററി ഡിസ്ചാർജ് ആവുന്ന സമയത്താണ് ബാറ്ററിക്ക് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നത്. ഹൈപ്പർ മോഡിലും വാർപ്പ് മോഡിലും അതുപോലെ ഏറ്റവും കൂടുതൽ പവർ തരുന്ന മോഡുകളിലൊക്കെ ഇട്ട് ആക്സിലറേഷൻ ഒരുപാട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ബാറ്ററി ഡിസ്ചാർജ് ആയി നല്ല രീതിയിൽ ബാറ്ററിക്ക് ചൂടുണ്ടാവും. അതിനു പുറമെ അന്തരീക്ഷത്തിലെ ചൂടും. അതുകൊണ്ട് വണ്ടി ഓടിക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ സാധിക്കുമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് തണലത്ത് പാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ വണ്ടി ഒരുപാട് ദൂരം ഓടി വന്ന ഉടനെ തന്നെ ചാർജ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഫുൾ ചാർജ് ചെയ്ത ഉടനെ തന്നെ വണ്ടിയെടുത്ത് ഈ ചൂടത്തിറങ്ങി ഓടിക്കാതിരിക്കുക. ബാറ്ററി മുഴുവനായും ചൂട് മാറുന്നവരെയൊന്നും നമുക്ക് കാത്തിരിക്കാൻ സാധിക്കില്ലെങ്കിലും കുറച്ചെങ്കിലും ഒന്ന് ചൂട് കുറയാനായി സമയം കൊടുക്കുക. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്. ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ബാറ്ററിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ നമുക്ക് കാണേണ്ടി വരും. എന്റെ അറിവിൽ ഏഥറിന് ഇത് 3-ാം തവണയാണ് തീപിടുത്തം ഉണ്ടാവുന്നത്. അതിനു മുന്നേ ഏഥറിന് തീപിടുത്തം ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏഥറിന്റെ തീപിടുത്തം ആദ്യത്തേത് ഒരു ആക്സിഡന്റ് കേസായിരുന്നു. ആക്സിഡന്റ് ആയ സമയത്ത് ബാറ്ററി പാക്കിന് ഒരു വിള്ളൽ ഉണ്ടായിരുന്നു. ഏഥറിന്റെ സർവീസ് സെന്ററിൽ വെച്ച് ബാറ്ററിയിൽ വിള്ളൽ വീണ കാര്യം അറിയാതെ വണ്ടി കഴുകുന്ന സമയത്ത് വെള്ളം ബാറ്ററിക്ക് അകത്ത് കയറി ഷോർട്ട് സർക്യൂട്ട് ആയാണ് തീപിടുത്തം ഉണ്ടായത്. രണ്ടാമത്തേത് വയറിംഗിൽ ഉണ്ടായ ഒരു അപാകത കാരണമാണ് തീപിടുത്തം ഉണ്ടായത്. ഈ 2 സംഭവങ്ങളുടെയും റിപ്പോർട്ടുകൾ ഏഥർ സമർപ്പിച്ചതാണ്. എന്തായാലും ഇന്നലെ ഉണ്ടായ ഈ ഒരു സംഭവത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് കാര്യങ്ങൾ വ്യക്തമാവുകയുള്ളൂ. ഏഥറിന്റെ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്ക് ഇതുവരെ തീ പിടിച്ചിട്ടില്ല എന്ന് പലരും എന്നോട് വാദിച്ചിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം, മുന്നത്തെ 2 സംഭവങ്ങളുടെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം.